നരേന്ദ്രമോദി സർക്കാരിന്റെ റോസ്ഗാർ മേള രാജ്യത്തെ യുവാക്കൾക്ക് നൽകിയ ശുഭാപ്തി വിശ്വാസം ചെറുതൊന്നുമല്ല. ആ ശുഭാപ്തി വിശ്വാസം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. ഇത് ചെറുപ്പക്കാരുടെ സർക്കാരാണ്. 1 ലക്ഷം പേർക്ക് നിയമന ഉത്തരവ് നൽകി. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ നരേന്ദ്രമോദി സർക്കാർ ചെറുപ്പക്കാർക്ക് നൽകുന്ന പരിഗണനയും ഒപ്പം മുൻ സർക്കാരുകൾ ഇല്ലാതാക്കിയ യുവാക്കളുടെ സ്വപ്നങ്ങളുമാണ് വ്യക്തമാക്കുന്നത്. തന്റെ സർക്കാർ 10 വർഷത്തിനുള്ളിൽ മുൻ സർക്കാർ ചെയ്തതിനേക്കാൾ 1.5 മടങ്ങ് കൂടുതൽ തൊഴിലുകൾ യുവാക്കൾക്ക് നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗാർ മേള പരിപാടിക്കിടെ വീഡിയോ കോൺഫറൻസിലൂടെ 1 ലക്ഷത്തിലധികം യുവാക്കൾക്ക് സർക്കാർ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കത്ത് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വളരെയധികം സമയമെടുത്തതിന് മുൻ സർക്കാരിനെ മോദി കുറ്റപ്പെടുത്തുകയും അത് കൈക്കൂലി വളർത്തുന്നതിന് കാരണമായെന്നും വിമർശിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ സർക്കാർ സുതാര്യത കൊണ്ടുവന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് തങ്ങൾക്കെല്ലാം തുല്യ അവസരമുണ്ട് എന്നും കഠിനാധ്വാനത്തിലൂടെയും കഴിവുകളിലൂടെയും സർക്കാർ സംവിധാനത്തിൽ തങ്ങൾക്കൊരു സ്ഥാനം കണ്ടെത്താൻ കഴിയുമെന്നുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സർക്കാർ സ്വീകരിച്ച നടപടികൾ അത് 1 കോടി വീടുകൾക്ക് മേൽക്കൂരയിൽ സൗരോർജ്ജം നൽകുന്ന പദ്ധതിയായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വൻ നിക്ഷേപമായാലും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ 1.25 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുള്ള ഭാരതം ഈ മേഖലയിലെ 3ാമത്തെ വലിയ ഇക്കോസിസ്റ്റമാണ്. ചെറുപ്പക്കാർ ചെറിയ നഗരങ്ങളിൽ പോലും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നികുതി ഇളവ് നീട്ടിയിട്ടുണ്ട്. ഗവേഷണത്തിനും നവീകരണത്തിനുമായി 1 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. മുൻ സർക്കാരുകൾ റെയിൽവേയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് ആരോപിച്ച അദ്ദേഹം ഈ മേഖല മുഴുവൻ പരിവർത്തനത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞു. കൂടാതെ സാധാരണക്കാരുടെ പ്രതീക്ഷകളെ അവർ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് മുൻ സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് മോദി പറഞ്ഞു. ഇപ്പോൾ റിക്രൂട്ട് ചെയ്തവർ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ചേരുമെന്ന് നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമന കത്തുകൾ കൈമാറുന്നതോടൊപ്പം രാജ്യതലസ്ഥാനത്ത് നിർമ്മിക്കുന്ന കർമ്മയോഗി ഭവന്റെ ശിലാസ്ഥാപനവും മോദി നിർവഹിച്ചു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിനും ഉന്നമനത്തിനുമായാണ് കർമ്മയോഗി ഭവൻ കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. യുവാക്കൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ അതിവേഗത്തിലാണ് നടത്തുന്നത് എന്ന് മോദി പറഞ്ഞു. മുൻ സർക്കാരുകളുടെ കാലത്ത് ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ കാലം കാത്തിരിക്കേണ്ടി വന്നിരുന്നതായും മോദി പറഞ്ഞു. ഈ കാലതാമസം കണ്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ ത്വരിതഗതിയിലാക്കിയത്. രാവിലെ 10:30 മുതൽ 1 ലക്ഷം പേർക്ക് പ്രധാനമന്ത്രി നിയമന കത്തുകൾ കൈമാറി. രാജ്യത്താകമാനം 47 കേന്ദ്രങ്ങളിലായിട്ടാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ വകുപ്പുകൾ, സംസ്ഥാന സർക്കാർ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ റിക്രൂട്ട്മെന്റ് സുഗമമാക്കുന്നതിനായാണിത്. റവന്യൂ, ആഭ്യന്തരം, ഉന്നത വിദ്യാഭ്യാസം, ആണവോർജ്ജം, പ്രതിരോധം, സാമ്പത്തിക സേവനം, ആരോഗ്യ കുടുംബക്ഷേമം, പട്ടികവർഗം, റെയിൽവേ എന്നീ വകുപ്പുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും യുവാക്കളുടെ ശാക്തീകരണത്തിലും ദേശീയ വികസനത്തിൽ അവരുടെ പങ്കാളിത്തത്തിനും അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് റോസ്ഗാർ മേള ലക്ഷ്യം വെക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.